ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ അപ്സര. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതായത് ബിഗിനർ ഫ്രണ്ട്ലി ആണ്, പിന്നെ അഫോർഡബിൾ ആണ്. അതുകൊണ്ടും ഞാൻ വർക്ക് ചെയ്യുന്ന ആളല്ല, അതുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് അവൈലബിൾ ആയിരിക്കും ഫാർമസീസിൽ. അപ്പോൾ അതായത് നമ്മുടെ അടുത്ത് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഫാർമസീസ് ഉണ്ടാവുമല്ലോ, അവിടെയും കിട്ടും. ഇതേപോലെ ഓൺലൈൻ വെബ്സൈറ്റിലും കിട്ടുന്ന പ്രൊഡക്ട്സ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് എൻ്റെ ക്ലെൻസറാണ്. മോയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ക്ലെൻസറാണിത്. അഫോർഡബിൾ ആണ്, എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്ലെൻസർ തന്നെയാണ്. ആമസോണിൽ അവൈലബിൾ ആണ്, സെർച്ച് ചെയ്താൽ കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടോണറാണ്. ടോണർ ഇത് കോസാറെക്സിൻ്റെ ടോണറാണ്, AHA/BH. അപ്പോൾ ഞാനിത് നൈറ്റിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ടോണർ കോസാറെക്സിൻ്റെ. ഞാൻ കോസാറെക്സിൻ്റെ എൻ്റെ ഇത് മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നതാണ്. അടിപൊളി മോയ്സ്ചറൈസറാണ്. ഇപ്പം എനിക്ക് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് ഇപ്പോൾ ഉപയോഗിക്കണില്ല. അപ്പോൾ അടുത്തത് സിറം പ്ലമ്മിൻ്റെ സിറമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്ലമ്മിൻ്റെ സിറം, നൈസിനമൈഡിൻ്റെ. പിന്നെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസർ ഞാൻ രണ്ടെണ്ണം ഉണ്ട്. ഇത് ഫിക്സ് ഡെർമയുടെ മോയ്സ്ചറൈസറാണ്. ഇത് ഫോക്കസ് ആവണില്ല. അപ്പം ആക്നെ കൺട്രോളും റേഡിയൻസും എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ രണ്ടെണ്ണത്തിൻ്റെ. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യുക. വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസിൽ അറിയിച്ചാൽ മതി. ഓക്കെ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് UVDOXിൻ്റെ ബ്ലൂ ലൈറ്റിൻ്റെ SPF 50 സൺസ്ക്രീനാണ്. ഇതെനിക്ക് എൻ്റെ ഡോക്ടർ, അതായത് ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത സാധനമാണ്. അതുകൊണ്ട് ഞാനിത് കുറേ നാളായിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. ഇതൊരു മാറ്റ് ഫിനിഷാണ്. അതുപോലെ നമുക്ക് ഫൗണ്ടേഷനൊക്കെ നമുക്കിപ്പോൾ പുറത്ത് പാർട്ടി അങ്ങനെ ഇവിടേക്കൊക്കെ പോകുമ്പോൾ ഒരു ഫൗണ്ടേഷൻ പോലത്തെ സംഭവം ആണ് ഇത്. ഇതിങ്ങനെയാണ് വരുന്നത്, കണ്ടോ? ഇങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കും സംഭവം. ഇറ്റ്സ് ഗുഡ്. അപ്പം നമുക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോഴും നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ബ്ലെൻഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ല, അതുകൊണ്ട് കണ്ട വ്യത്യാസം പറയുന്നത്. ഓക്കെ. ഐലൈനർ ഞാനിത് ഫേസസ് കാനഡയുടെ ഐലൈനറാണ് യൂസ് ചെയ്യണത്. നല്ല ഐലൈനർ തന്നെയാണ്. പിന്നെ അടുത്തത് ലാക്മിയുടെ ഐക്കോണിക് കാജൽ. ഇതാണ് അടുത്തത് യൂസ് ചെയ്യണത് ഞാൻ. ലാക്മിയുടെ ഇത് ബ്രൗൺ കാജലാണ്. ബ്രൗൺ കാജലാണ്. ഓക്കെ. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, ഡാസ്ലറിൻ്റെ. ഇത് ഒട്ടും കൊള്ളാത്ത സാധനം. ഡാസ്ലർ ഞാൻ ഇത് വെറുതെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കില്ല. ഇത് കൊള്ളാത്ത സാധനമായതുകൊണ്ട്. കൊള്ളാത്ത സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തോ കണ്ണിൽ ഇത് കഴിയുമ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇത് കളയാനാണ്. നമ്മൾ സോപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോവില്ല. ഇവിടെ മൊത്തം കണ്ണ് മൊത്തം ഇത് പരന്നിരിക്കും. പിന്നെ ഗുഡ് വൈബ്സിൻ്റെ ഒരു ലിപ് ബാം, ബീട്രൂട്ട് ലിപ് ബാമാണ്. ഇതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും ഞാൻ എന്തിനാ പറയുന്നതല്ലേ. എന്നാലും ജോവീസ് ഹെർബൽ, ദിസ് ഈസ് മൈ ലിപ് ബാം. അപ്പോൾ ഇതാണ് എൻ്റെ ലിപ് ബാം, ജോവീസിൻ്റെ ലിപ് ബാം. ജസ്റ്റ് ഒരു ടിൻഡഡ് ലിപ് ബാമാണിത്. കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ തൽക്കാലത്തിന്. SPF ഒന്നുമില്ല കേട്ടോ. ടിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. ഗൈസ്, ഈ ലിപ്സ്റ്റിക്കിൻ്റെ ബ്രാൻഡ് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നൈക്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട്, വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫുള്ള് ലിപ് ബാം തന്നെയാണ്. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നത് കുറവാണ്, പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതിൻ്റെ ലിങ്ക്. ഓക്കെ.
അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇത് മിസ് ക്ലെയറിൻ്റെ മേക്കപ്പ് കവറേജ് ആണ്. നമ്മുടെ കൺസീലറൊക്കെ ഇല്ലേ, അങ്ങനെ യൂസ് ചെയ്യാം, ഫൗണ്ടേഷൻ പോലെ യൂസ് ചെയ്യാവുന്ന സാധനമാണ്. ജസ്റ്റ് ഒരു ഔട്ടിങ് എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേക്കാനായിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സാധനം. പിന്നെ ഇത് പ്ലമ്മിൻ്റെ ബോഡി ഓയിൽ, ഇതല്ല സാധനം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷെ എൻ്റെ ഡേറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. പിന്നെന്താ, പിന്നെ എനിക്ക് കുറച്ച് ഹെയർ കെയർ പ്രൊഡക്ട്സ് ഉണ്ട്. ഹെയർ കെയർ എന്ന് പറയാൻ പറ്റില്ല. അയ്യോ, ഞാനൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നെറ്റ് ഹാബിറ്റിൻ്റെ കോമ്പാണിത്. അടിപൊളി കോമ്പ. ഇത് നിലത്തിട്ട പൊട്ടും, ചെറുതായിട്ടൊന്നും ഇവിടെ പൊട്ടി, അതുകൊണ്ട് ഞാൻ ഇവിടെ സെലോട്ടേപ്പ് പൊടിച്ച് വെച്ചിരിക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന നെറ്റ് ഹാബിറ്റിൻ്റെ എന്തത് ഷാമ്പു. ഇതിൻ്റെ തന്നെ കണ്ടീഷണർ ആയിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ തീർന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലോറിയലിൻ്റെ കണ്ടീഷണർ വാങ്ങിച്ചു. അപ്പോൾ കണ്ടീഷണർ ഇതിപ്പോൾ തീരാറായി. എൻ്റെ കണ്ടീഷണർ പെട്ടെന്ന് തീരും. എനിക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, എൻ്റെ കണ്ടീഷണറൊക്കെ പെട്ടെന്ന് തീരും. ഞാൻ എന്താ കുടിക്കാൻ തോന്നുന്നു. പിന്നെ ഇത് നീലബൃങ്കാതി ഓയിൽ. ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയില്ല, 2 പ്രാവശ്യമല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ ഒന്നും തോന്നാനില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രൊഡക്ട്സ്. ഇനി എന്താ, ഇനിയൊന്നുമില്ല. എനിക്കിനി വാങ്ങിക്കണമെന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് ഹാവ് മണി. ഞാൻ ജോബ്ലെസ് ആണ്. അതുകൊണ്ട് ജോലിയൊക്കെ ആയിട്ട് ഞാൻ മണിയൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ പ്രൊഡക്ട്സ് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ റിവ്യൂസും ഇടാം. വേറെ കുറച്ചും കൂടി ലെങ്തി വീഡിയോ ഒക്കെ അപ്പോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഗുഡ് ബൈ അല്ല, ബൈ.